ശാലിനി എന്നോട് ക്ഷമിക്കണം. തൊണ്ടി മുതലായി പിടിച്ചുകൊണ്ടാവാം അച്ഛന് ജാമ്യം കിട്ടിയില്ല. 14 ദിവസത്തേക്ക് രണ്ടുപേരെ റിമൈൻഡ് ചെയ്തു. ഇതിപ്പോ ഇനി ബെയിൽ ആപ്ലിക്കേഷൻ വെക്കേണ്ടി വരുമല്ലേ? അത് വെക്കാം. ഹലോ രേഷ്മ, ശാലിനി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതാ മെസ്സേജ് ചെയ്ത്. ആ, ഞാനേ കോയമ്പത്തൂരായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു. അത് അപ്പ തന്നെ ചോദിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചത്. എന്താ അറിഞ്ഞത്? ഇതിപ്പം ഇതറിഞ്ഞപ്പോ മുതല് ഞാൻ വളരെ കൺഫ്യൂസ്ഡാ. പല കാര്യങ്ങളും റിവൈൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും എനിക്കൊരു ഉത്തരം കിട്ടുന്നുമില്ല. ശാലിനി ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം ഇത്രേ ഉള്ളൂ, ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണ്. ശിവനെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നാ എനിക്കതറിയാൻ കഴിഞ്ഞേ. എന്റെ സംശയം വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ ശിവന് നൽകിയിരിക്കുന്നെന്നാ. ഈശ്വര, എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള ചോദ്യമാണല്ലോ. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? എന്തു പറഞ്ഞാലും സൂക്ഷിച്ചു തന്നെ പറയേണ്ടി വരും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് പിന്നെ വിഷ്ണു അവളോടൊപ്പം എത്തിക്കഴിഞ്ഞു. ഇനി ഇത് പറഞ്ഞ് ആ ബന്ധത്തിന്റെ പവിത്രത ഇല്ലാതാക്കണോ? പറയ് രേഷ്മ, രേഷ്മയ്ക്ക് അറിയാവുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ശിവന് നൽകിയിരിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ? അത് അല്ല, അത് മധുരയിലുള്ള ആർക്കുമാണ് നൽകിയിരിക്കുന്നത്. കറക്റ്റ് ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ കാണും. അതൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഹലോ ഹലോ, രേഷ്മ പറയുന്നത് ശരിയാണെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഹാർട്ട് ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ചോദിക്കേ. ഇന്നെന്ത് പറ്റി? രണ്ടുപേരും നല്ല ഗൗരവത്തിലാണല്ലോ. അല്ല, ക്ലാസ്സിൽ ടെസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ശിവാംഗ്ലേ, ഞങ്ങൾ ക്ലാസ് ടെസ്റ്റ് കണ്ട് അങ്ങനെ പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അല്ല പിന്നെ എന്ത് പറ്റി? ഈ ഗൗരവത്തിന്റെ ഒരു രഹസ്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഓ, എന്താണാവോ ഈ പ്രായത്തിൽ ആലോചിച്ച് കൂട്ടുന്നത്? കുഞ്ഞാവ ഞങ്ങളുടെ അനിയത്തിയല്ലേ? ആ, ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മകളെന്ന് പറയുമ്പോ ഞങ്ങളുടെ അനുജത്തിയാണ്. അനുജത്തിയാണ്. അല്ല, എന്താ അതിന് വല്ല മാറ്റങ്ങൾ വരുത്തണോ? മാറ്റം വരുത്തണമെന്നൊന്നുമല്ല. പിന്നെ ശരിക്കും കുഞ്ഞാവയുടെ ചേച്ചിമാരാണല്ലോ ഞങ്ങള്. ഇതല്ലേ കുറച്ചു മുമ്പ് നിങ്ങൾ തിരിച്ചു പറഞ്ഞത്? അതെ, പക്ഷെ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാലേ. അല്ല, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? ശിവനങ്ങളെ, ഞാൻ പറയാം. ആ കുഞ്ഞാവ ഞങ്ങളുടെ അനുജത്തിയായ സ്ഥിതിക്ക് ആ കുഞ്ഞാവയോട് ഞങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്റെ അമ്മോ, അതെന്ത് ഉത്തരവാദിത്തം? അതായത് ഇന്നലെ മേരി കുര്യന്റെ അനുജത്തിക്ക് അവള് വാങ്ങിയത് കളിപ്പാട്ടങ്ങളാ. പിന്നെ ചാന്തുപൊട്ട്, കൺമഷി, ഇതൊക്കെ വേറെ. അതിന് അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് അതിനും വലിയ സാധനങ്ങള് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അതൊരു പ്രശ്നമാ. അത് വാങ്ങിക്കണം. അത് നിങ്ങളുടെ അഭിമാന പ്രശ്നമാ. എന്നാ വണ്ടി ഏതെങ്കിലും ടോയ് ഷോപ്പിന് മുമ്പിൽ വണ്ടി നിർത്ത്. ഓ, ശരി ശരി, ഉത്തരവ്. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ എന്തോ വലിയ ആഭ്യന്തര പ്രശ്നം വല്ലതും ആണെന്ന്. ദാ ഒരു ഷോപ്പ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനവും അവിടെ കാണും. അല്ല, ഇറങ്ങുന്നില്ലേ? അല്ല, ഞാൻ എന്തിനാ ഇറങ്ങുന്നേ? നിങ്ങൾ പോയി വാങ്ങിക്കില്ലേ? അല്ല, അപ്പൊ കാശ്?
നിങ്ങളുടെ അനുജത്തിക്ക് എന്റെ കാശിനാന്നോ വാങ്ങിക്കുന്നേ? പിന്നെ ഞങ്ങളുടെ ഇന്ന് എവിടെന്നാ കാശ്? ആ ബെസ്റ്റ് പാർട്ടികളാ. പറച്ചിൽ കേട്ടപ്പോ തോന്നി കൈ കാശുമായിട്ടാ വന്നേക്കുന്നെന്ന്. വാ ശിവനങ്ങളെ, വാ പ്ലീസ്. ഓ ഉത്തരവ്. റെഡി. ആ അരുണ, താൻ എവിടെയാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. ഒരു സർജറി ഉണ്ട്, അതിന്റെ ക്യാഷ് അടയ്ക്കാനായിട്ട് വന്നതാ. ശാലിനി എന്നോട് ക്ഷമിക്കണം. തൊണ്ടി മുതലുമായി പിടിച്ചോണ്ടാവാം. അച്ഛന് ജാമ്യം കിട്ടിയില്ല. 14 ദിവസത്തേക്ക് രണ്ടുപേരെ റിമാൻഡ് ചെയ്തു. ഇതിപ്പോ ഇനി ബെയിൽ ആപ്ലിക്കേഷൻ വെക്കേണ്ടി വരുമല്ലേ? അത് വെക്കാം. മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജാമ്യം കിട്ടാനാ സാധ്യത. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇതിപ്പോ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. ഒന്ന് തീരുമ്പോ കൃത്യമായിട്ട് അടുത്തത് വരും. ആദ്യത്തെ എന്റെ ഓട്ടം തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ എന്റെ ഓട്ടം തുടങ്ങി. അതല്ലേടോ ജീവിതം എന്ന് പറയുന്നേ. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ തിന്നും കുടിച്ചും കഴിയാൻ മാത്രം എന്ത് ജീവിതം. എന്നാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തോ. ഫ്രീ ആയാൽ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഓക്കെ, ശരി. അച്ഛന്റെ കാര്യമൊന്നും ശരിയായില്ലല്ലേ? അതൊന്നും ശാരികേച്ചി ഇപ്പൊ ചിന്തിക്കേ വേണ്ട. മക്കളെ സഹായിക്കാൻ ഈ ഒരു വഴിയാണോ സ്വീകരിക്കേണ്ടെന്ന് അച്ഛൻ ആദ്യമേ ചിന്തിക്കേണ്ടതായിരുന്നു. അതൊന്നും അച്ഛൻ ചിന്തിച്ചില്ലല്ലോ. മക്കള് വലുതായപ്പോ അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അച്ഛനുണ്ടായില്ല. അങ്ങനെയുള്ളവർ അതിന്റെ ഫലവും കൂടി അനുഭവിക്കട്ടെ. അച്ഛനെ കുറ്റപ്പെടുത്തുകയല്ല, അച്ഛന്റെ ഈ അവസ്ഥ ഓർത്തുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാ. അപ്പോ റിമാൻഡ് ചെയ്തല്ലേ? അതിപ്പോ നോക്കണ്ട, ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നിപ്പോ ചേച്ചിയുടെ ഓപ്പറേഷനുള്ള പണവും അടച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നീ ഒരുപാട് ഓടുന്നുണ്ടല്ലേ? എന്നിട്ടും ശ്യാമ പറയുന്നത് കുഞ്ഞേച്ചി മണിമാളികയിൽ കഴിയുന്നതാണല്ലോ. ഞാൻ പിന്നെ നിങ്ങൾ ആരെയും ശ്രദ്ധിക്കുന്നില്ലെന്നും. പണ്ടും അവൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്വന്തം കാര്യം മാത്രം അത് നടത്തിയെടുക്കാൻ വേണ്ടി എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വലുതായിട്ടും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് അങ്ങ് വിചാരിച്ചാ മതി. ശാരദയുടെ മക്കളല്ലേ, ഒരു പൊടിക്ക് വാശി കാണാതിരിക്കില്ലല്ലോ. ഇതിപ്പം വാശിയല്ലല്ലോ, അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ നമ്മളോട് കാണിക്കുന്നതല്ലേ. പിന്നെ എന്റെ മോള്, അവള് സുഖമായിട്ടിരിക്കുന്നു.